ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പരിഹാസവും വിമർശനവും തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ CRPF സുരക്ഷ ലഭിക്കുന്ന RSS പ്രവർത്തകരുടെ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് കൂടി ചേർത്ത് വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരികൾ ഇറങ്ങിച്ചെന്ന് പോലീസിനോട് FIR ആവശ്യപ്പെടുന്നത് ജനാധിപത്യത്തിന് നിരക്കാത്ത കാഴ്ചയാണ്. നയപ്രഖ്യാപനം വായിക്കാൻ സമയമില്ലെങ്കിലും ഗവർണർ റോഡിൽ 1.5 മണിക്കൂർ കുത്തിയിരുന്നു. സുരക്ഷാ കാര്യങ്ങളിൽ കേന്ദ്രം റിപ്പോർട്ട് തേടിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണറുടെ അതേ വാക്കുകളാണ് പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിമർശനം. കാണാം പ്രതികരണം. നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട്. അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ, ആലുവയിലെ സുജിത്ത്, ആലങ്ങാട്ടെ സുധി, ആലുവയിലെ രാമേന്ദ്രൻ, കൊടുങ്ങല്ലൂരിലെ സജീവൻ, ഇവരെല്ലാം RSS പ്രവർത്തകരാണ്. ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില RSSകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിൻ്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ? ഈ പോകുന്നയാൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം, യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം. പ്രതിഷേധത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും. അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും. ആ നിയമ നടപടികൾ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കണം. ആ FIR എന്നെ കാണിക്ക് എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവ സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ആ FIRന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് സാധാരണ ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണോ? അപ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ളൊരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ജനാധിപത്യ വഴക്കങ്ങളില്ലേ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയുമോ? അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയുമോ? മനസ്സിലാക്കേണ്ട കാര്യം, ഏത് അധികാരസ്ഥാനവും വലുതല്ല, അതിനു മേലെയാണ് നിയമം. ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും. ആ നിയമമാണ് സുപ്രീം. അത് കാണണം. എന്താ കേരളത്തിൽ CRP നേരിട്ട് ഭരിക്കുമോ? CRPനെ കേരളം കാണാത്ത ഒരു കാര്യമാണോ? എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? CRPക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ? CRPക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു. അതിൽ വലിയ സംശയം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം. പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത്? കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല. 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല.